എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനമായിട്ട് എന്താണ് ചെയ്തത്? അതായത് 1/25 അല്ലേ, 1/25 ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതി. എങ്ങനെയാണ് നമ്മൾ മാറ്റിയത്? നമുക്കറിയാം, ഈ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യണം? 10 അല്ലെങ്കിൽ 10ന്റെ പവർ അല്ലെ, 10ന്റെ കൃതിയായ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്തത്? 1/25 1 അല്ലെ, ഇതിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 25 നമ്മൾ 5 × 5 എന്ന് എഴുതി അല്ലെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു? ഇവിടെ എത്ര 5 ഉണ്ടോ അത്ര 2 ഇട്ടു അല്ലെ. അതായത് 2 ഓർമ്മയുണ്ടല്ലോ, 2 × 2. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? ഒരു 5ഉം ഒരു 2ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 10, അടുത്ത 5ഉം അടുത്ത 2ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 10 അല്ലേ. അപ്പൊ നമുക്ക് അടിയിൽ 100 വന്നു. അപ്പൊ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് ഇവിടെ എന്ത് വേണം? മുകളിൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. 2 × 2 കൊണ്ട് ഗുണിച്ചു അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 × 2 4 ബൈ ഇവിടെ നോക്കിയേ, 5 × 2 10, ഇവിടെ 5 × 2 10 അല്ലെ. അപ്പൊ 10 × 10 എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എഴുതി 4/100. ഇതിനെന്ത് ചെയ്യണം? 2 0 ഉണ്ട്, അപ്പൊ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ 4 എഴുതിയിട്ട് ഒരു സ്ഥാനം ഇനി 1 ഇവിടെ ഇനി വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 0 നമ്മൾ ചേർത്ത് കൊടുത്തു, ഇപ്പുറത്ത് പോയിന്റ് ഇട്ടു അല്ലെ. ഇവിടെ ഒരു 0 നമ്മൾ വെറുതെ ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്താ നമുക്ക് ഉത്തരം കിട്ടി? 0.04 എന്ന് കിട്ടി. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് ഇതേ രൂപത്തിൽ 1/8 ദശാംശ രൂപത്തിൽ എഴുതണം. ഇവിടെ നോക്കിയാൽ നാം പറഞ്ഞു ഒന്നുകിൽ 10 അല്ലെങ്കിൽ 10ന്റെ എന്തായിരിക്കണം? പവർ ആക്കി മാറ്റണം 8 അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല 8. ഇനി 100 ആക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? 8ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ത്? 100 അല്ലേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിയേ, നമുക്ക് 100നെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഒരു പ്രാവശ്യം 1 × 8 8 അല്ലേ. ഇനി 10 ൽ 8 പോയി കഴിഞ്ഞാൽ 2, ഈ 0 ഇറക്കി കിട്ടും. അപ്പോൾ 20 അല്ലേ. 20ൽ എത്ര 8 ഉണ്ട്? 2 8, 2 × 8 16. ഇവിടെ എന്ത് വന്നു? നമുക്ക് ബാലൻസ് വന്നു അല്ലേ. റിമൈൻഡർ വന്നു 4 വന്നു. അതായത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല 100 അല്ലേ. അതുകൊണ്ട് നമുക്ക് 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8നെ 100 ആക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല അല്ലേ. പിന്നീട് എന്താക്കാനേ പറ്റുള്ളൂ? 1000 ആക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതേണ്ടി വരും? 1/8. ശ്രദ്ധിച്ചിരിക്കുക, 1/8 അല്ലേ. 1/8നെ നമുക്ക് ആദ്യം എങ്ങനെ മാറ്റാം? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 1 അല്ലേ. 8നെ എന്ത് ചെയ്യാം? നമുക്ക് 2 × 2 × 2 അല്ലേ. 8നെ നമ്മൾ ഘടകങ്ങളാക്കി എന്ത് വരും? 2 അല്ലേ. അപ്പൊ 4 പ്രാവശ്യം വീണ്ടും 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 അല്ലേ. അപ്പൊ 2 × 2 × 2 ആണ് 8 അല്ലേ. അപ്പൊ നമുക്ക് 8നെ നോക്കിയാൽ 2 × 2 × 2 എന്ന് എഴുതാം. ഇതാണ് 8. ഇനി നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഇവിടെ എത്ര 2 ഉണ്ടോ അത്ര 5 നമ്മൾ ഇടണം അല്ലേ. എന്നാലും നമുക്ക് ഒരു 2ഉം ഒരു 5ഉം 10, അടുത്ത 2ഉം അടുത്ത 5ഉം 10, അടുത്ത 2ഉം അടുത്ത 5ഉം 10 അല്ലേ. ഇപ്പൊ ഇവിടെ 3 2 ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 5 ഇടണം അല്ലേ. അപ്പൊ 5 × 5 × 5 മനസ്സിലായല്ലോ. അപ്പൊ 3 5 വരാൻ കാരണം ഇവിടെ 3 2 ഉണ്ട്, അതുകൊണ്ട് 3 5 ഇട്ടു. അപ്പൊ ഇവിടെ നമ്മൾ 3 5 കൊണ്ട് ഇവിടെ അടിയിൽ ഭാഗം ഗുണിക്കുന്നത് കൊണ്ട് മുകളിൽ എന്ത് ചെയ്യണം? 3 5 കൊണ്ട് തന്നെ ഗുണിക്കണം. വേറെ ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാൻ നോക്കിയാൽ 1 × അല്ലെ 5 × 5 × 5നെ നമുക്ക് എന്താ എഴുതാം? 5³ എന്ന് എഴുതും. അതായത് 5⁻3. അതായത് 5 × 5 5നെ 3 പ്രാവശ്യം ഗുണിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഭംഗിക്ക് നോക്കിയാൽ 5³ എന്ന് ഇട്ടു. ബൈ ഇവിടെ എന്തോ ഒരു 2 × 2 × 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2³ അല്ലേ. 2⁻3. അതായത് 2 × 2 × 2 2നെ 3 പ്രാവശ്യം ഗുണിക്കണം എന്നർത്ഥം. ഇൻറ്റു 5 നോക്കിയാൽ 1 2 3 അല്ലേ. 5³ മനസ്സിലായില്ലേ. അപ്പൊ ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതി. ഇനി ഇവിടെ എന്ത് വരും നോക്കിയാൽ 5³ അല്ലെ. 5⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 × 5. അപ്പൊ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 5 × 5 25, 25 × 5 എത്രയാണ്? 125 ബൈ ഇവിടെ നോക്കിയാൽ 2³ അല്ലെ. 2⁻3 × 5⁻3. അതിന്റെ അർത്ഥം എന്താണ്? ഒരു 2ഉം ഒരു 5ഉം ഗുണിക്കുക, പിന്നെ ഒരു 2ഉം ഒരു 5ഉം, പിന്നെ ഒരു 2ഉം ഒരു 5ഉം അല്ലെ. 3 2 ഉണ്ട്, 3 5 ഉണ്ട്. അപ്പൊ എത്ര വരും? 10 × 10 × 10 എന്ന് വന്നു അല്ലെ. അതായത് ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10 കിട്ടി, അടുത്ത 2ഉം അടുത്ത 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10 കിട്ടി, അടുത്ത 5ഉം അടുത്ത 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10 കിട്ടി അല്ലെ. അപ്പൊ 10 × 10 × 10 എത്ര വരും? 1000. ക്ലിയർ ആയില്ലേ? ഈ 2ഉം ഈ 5ഉം 10, ഈ 2ഉം ഈ 5ഉം 10, ഈ 2ഉം ഈ 5ഉം ഗുണിക്കുമ്പോൾ 10 അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എളുപ്പം എഴുതാലോ. 3 0 ആണ്. അപ്പൊ 3 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ എത്ര വരും? 0.125 അല്ലെ. 1 2 3 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു, ഒരു 0 നമ്മോട് ഇട്ട് കൊടുത്തു. ഇതാണ് ഉത്തരം.
ഇനി നമുക്ക് 1/125 വിചാരിക്കുക. 1/125 ഇതിനെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ദശാംശ രൂപത്തിൽ എഴുതണം. എങ്ങനെ എഴുതും? 1 അല്ലേ, 125 നോക്കിയാൽ 125 ഇതുപോലെ നമുക്ക് ഘടകങ്ങളാക്കാം. 125 എന്ത് വരും? ഇവിടെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കാൻ പറ്റുള്ളൂ അല്ലേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5. 12 എത്ര 5 ഉണ്ട്? 12 2 5 അല്ലേ, 2 × 5 10. ബാക്കി ഇവിടെ 2 ഉണ്ട് അല്ലേ, 2 ബാലൻസ്. അപ്പോൾ 2 ഇവിടെ 5ഉം. അപ്പോൾ 25. 25 എത്ര 5 ഉണ്ട്? 5 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി 25 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 5 × 5 25 അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 125 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 5 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാം. അതായത് 5 × 5 × 5 ആണ് 125. മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കണം ഇതിനെ? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. എത്ര 2 വേണം? ഇവിടെ 3 5 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 2 വേണം അല്ലേ. അപ്പോൾ 3 2 കൊണ്ട് ഗുണിക്കാം. 3 2 എത്ര എണ്ണം വേണം? 3 എണ്ണം കേട്ടോ. അപ്പോൾ 2⁻3. അതായത് നമ്മൾ ഇവിടെ എഴുതുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതി 2 × 2 × 2 അല്ലേ. അപ്പോൾ 3 5 ഉണ്ട്. അതുകൊണ്ട് 3 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഗുണിച്ചു? 2⁻3 കൊണ്ട് ഇതിനെ ഗുണിച്ചു അല്ലേ. അപ്പോൾ ഇവിടെയും 2⁻3 കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഏതുകൊണ്ട് ഗുണിച്ചു? അതുകൊണ്ട് ഇവിടെയും ഗുണിക്കണം. ഇനി എത്രയാണെന്ന് നോക്കിയാൽ 2⁻3 അതായത് 2 × 2 × 2 എത്ര കിട്ടും? 2 × 2 4, 4 × 2 8. 8 കിട്ടി. ബൈ ഇവിടെ നോക്കിയാൽ 3 5 ഉണ്ട്, 3 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ നോക്കിയാൽ 1 5ഉം 1 2ഉം 10, അടുത്ത 5ഉം അടുത്ത 2ഉം ഗുണിച്ചാൽ 10, അടുത്ത 2ഉം അടുത്ത 5ഉം ഗുണിച്ചാൽ 10. അപ്പോൾ എത്ര വരും? 10 × 10 × 10 എത്ര കിട്ടും നമുക്ക്? 1000. ഓക്കെ, അപ്പോൾ 8/1000 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്ര വരും? 8 ഇട്ടു. ഇനി 1 2 3 അല്ലേ, 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ 1, അപ്പോൾ അടുത്ത 0 ചേർത്ത് കൊടുത്തു, വീണ്ടും ഒരു 0 ചേർത്തു. അപ്പോൾ 1 2 3 ഇവിടെ പോയിന്റ് ഇട്ടു. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മൾ 0 ചേർത്ത് കൊടുത്തു. ഇനി 3/160. ഓക്കെ, ഇതിനെനിക്ക് ദശാംശ രൂപത്തിൽ അല്ലേ, ദശാംശ രൂപത്തിൽ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ എഴുതാം. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? 160 നോക്കിയാൽ 160 എനിക്ക് എന്താക്കാൻ പറ്റില്ല? 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല അല്ലേ, ഇതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം നമുക്ക് ഇതേ രൂപത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ, അപ്പോൾ 160 എന്ത് ചെയ്യുന്നു? ഘടകങ്ങളാക്കി നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 0 ആയതുകൊണ്ട്. അപ്പോൾ 16 എത്ര 2 ഉണ്ട്? 8 2 അല്ലേ. 8 2 0 ഇറക്കി ഇട്ടു. ഇനി 80 എത്ര 2 ഉണ്ട്? 42 അല്ലേ. ഓക്കെ, ഇനി 40 എത്ര 2 ഉണ്ട്? 22 അല്ലേ. ഓക്കെ, ഇനി 20 എത്ര 2 ഉണ്ട്? 10 2 അല്ലേ. ഇനി 10 എത്ര 2 ഉണ്ട്? 10 5 2 അല്ലേ. അപ്പോൾ നോക്കിയാൽ 160 2 × 2 × 2 × 2 × 2 × 5 അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ? പ്രൈം നമ്പറാണ് അല്ലേ, അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ 160നെ 3 ശ്രദ്ധിച്ചിരിക്കുക, 3/2 × 2 × 2 × 2 × 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എത്ര 2 ഉണ്ട്? 1 2 3 4 5 5 2 ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 2⁵5 അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 2 പ്രാവശ്യം അല്ലേ, അല്ല 5 പ്രാവശ്യം 2 ഗുണിക്കണം. 2 × 2 × 2 കണ്ട 5 പ്രാവശ്യം ഗുണിക്കണം. പിന്നെ ഒരാൾ കൂടി ബാക്കി ഇവിടെ ഉണ്ട്. എന്താണത്? 5. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയാൽ 3/160നെ 2⁵5 എന്ന് എഴുതി, × 5 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഇപ്പം എന്തായി? ഇപ്പം ഞാനിതിന് 160നാണ് ഇങ്ങനെ എഴുതി അല്ലേ. ഇനി എനിക്കിതിന് എന്താക്കണം? 10ന്റെ പവർ ആക്കണം അല്ലേ. 10ന്റെ പവർ ആക്കണം. 10ന്റെ പവർ ആക്കാൻ ഞാൻ എന്ത് വേണം? ഇവിടെ എത്ര 2 ഉണ്ട്? 5 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 5 വേണം? എത്ര 5 വേണം? 5 2 ഉണ്ടെങ്കിൽ എന്ത് വേണം? 5 5ഉം വേണം അല്ലേ. എന്നാലേ നമുക്ക് എന്ത് ഓരോ 2ഉം ഓരോ 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 10 10 10 വെച്ച് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു 5ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 5 5 വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ ബാക്കി എന്ത് വേണം? 4 5 കൊണ്ട് ഞാൻ ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 5 ഉണ്ട്, ഇതിൻ്റെ 5 അല്ലേ, ഇതിൽപ്പെട്ട ഒരു 5 ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഇനി ഈ ഒരു 5 അല്ലേ, എനിക്ക് മൊത്തം എത്ര 5 വേണം? ഇവിടെ 5 5 വേണം. അപ്പോൾ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി 4 5 കൊണ്ട് ഞാൻ ഗുണിക്കുന്നു അല്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിവിടെ ഗുണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? 4 5 കൊണ്ട് 5⁴ കൊണ്ട് ഞാൻ ഗുണിക്കണം. അപ്പം ഇനി എന്ത് വരും നോക്കിയേ? 3 × 5⁴ അല്ലേ. അതായത് 5 × 5 × 5 × 5. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഗുണിച്ചു നോക്കാം. 5 × 5 25, 25 × 5 125 കിട്ടും. ഇനി 125 × 5 എത്ര കിട്ടും? 625 കിട്ടും.
ഒന്ന് ഗുണിച്ച് നോക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ 625 കിട്ടി ബൈ എന്ത് വരും നോക്കിയേ, 2⁵ ഇൻറ്റു 5 ഇൻറ്റു 5⁴ അല്ലേ? അതായത് എത്ര 2 ഉണ്ട് അത്ര 5 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു 2ഉം ഒരു 5ഉം കൂടി കഴിഞ്ഞാൽ 10, അടുത്ത 2ഉം അടുത്ത 5ഉം കൂടി കഴിഞ്ഞാൽ 10 അല്ലേ? അങ്ങനെ അപ്പോൾ എത്ര 10 വരും ഇവിടെ? 5 10 വരും അല്ലേ? 5 10 വരും, ശരിയല്ലേ? അപ്പോൾ എത്ര 0 ഇവിടെ ഉണ്ട് വരും? ഞാൻ 5 0 ഉണ്ട് വരും. അപ്പോൾ 1 ഇട്ടിട്ട് 1 2 3 4 5 0 ഉണ്ട്. മനസ്സിലായില്ലേ? മൊത്തം 2 5 ഉണ്ട്, മൊത്തം 5 5 ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു 2ഉം ഒരു 5ഉം എടുത്ത് ഗുണിച്ചു കഴിഞ്ഞാൽ 10 അങ്ങനെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 അല്ലേ? 5 10 വരും. അപ്പോൾ 5 10 എന്ന് പറഞ്ഞാൽ ഗുണിക്കുമ്പോൾ എത്ര വരും? 5 0 അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കിയാൽ 3നെ നമുക്ക് 625 കൊണ്ടൊന്ന് ഗുണിച്ചാൽ എത്ര വരും? 3 × 5 15 അല്ലേ? ബാക്കി 1 3 × 2 6ഉം 1ഉം 7 6 × 3 18 1875 ബൈ എത്ര വരും? 1 ഇട്ടിട്ട് 5 0 അല്ലേ? 1 2 3 4 5. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്ത് വരും? ഇവിടെ ഹരിക്കുമ്പോൾ എന്ത് വരും? എത്ര സ്ഥാനം നീക്കണം? 1 2 3 4 5 അല്ലേ? 5 സ്ഥാനം 1 2 3 4 അപ്പോൾ പോരാ അല്ലേ? അപ്പോൾ 1875 നമ്മൾ എഴുതി. ഇനി 5 സ്ഥാനം നീക്കണം. അപ്പോൾ 1 2 3 4 5ആമത്തെ നമ്മൾ 0 ചേർത്തു. അപ്പോൾ ശരിയല്ലോ? ഇനി ഇവിടെ ഒരു 0 നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 166 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, 3/20. ഇതിനെന്താക്കണം? ഇതിനെ എനിക്ക് ദശാംശ രൂപത്തെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. എന്ത് ചെയ്യും? നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഛേദത്തെ എന്താക്കണം? എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി എന്താക്കിയാൽ മതി? ഇതിനെ 10 അല്ലെങ്കിൽ 10ന്റെ പവറിലേക്ക് നമ്മൾ മാറ്റുക അല്ലേ? അതായത് 10ന്റെ കൃതിയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്ര 0 അടിയിലുണ്ടോ അതനുസരിച്ച് നമുക്ക് പോയിന്റ് ഇങ്ങോട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇതിനെ നോക്കിയാൽ 3/20. അപ്പോൾ ഇതിനെ എനിക്ക് 100ലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാനിവിടെ 20നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 കിട്ടും അല്ലേ? അപ്പോൾ അതറിയുന്ന കുട്ടികൾ അതേപോലെ തന്നെ ചെയ്യാം. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 3/20നെ ഞാൻ മാറ്റി എഴുതാൻ പോകുന്നു. 3/20 20നെ ഞാൻ 5 കൊണ്ട് ഗുണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ 100 കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും ഞാൻ 5 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായല്ലോ? ഇവിടെ എന്ത് ചെയ്യുന്നു അത് ഞാൻ ഇവിടെയും ചെയ്യണം അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നോക്കിയേ, 3 × 5 15 ബൈ 20 × 5 എത്രയാണ്? 100. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്നായിരിക്കും അല്ലേ? ഇവിടെ 2 0 അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അല്ലേ? അപ്പോൾ ഞാൻ 15 എഴുതിയിട്ട് ഇവിടുന്ന് വലത്ത് നിന്ന് 1 2 സ്ഥാനം നീക്കി ഞാൻ പോയിന്റ് ഇട്ടു. 2 0 ഉള്ളത് കൊണ്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു അല്ലേ? ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 കൂടി അങ്ങോട്ട് എഴുതി കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. അതെന്തിനാ? അതിന് വാല്യൂ ഇല്ല. പക്ഷെ എന്താ, എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞു, പോയിന്റും വന്ന് എപ്പോഴും ഒരു സംഖ്യ തുടങ്ങൂല നമ്മൾ അല്ലേ? അപ്പോൾ പോയിന്റും വന്ന് ഒരു സംഖ്യ തുടങ്ങുകയാണെങ്കിൽ അതിന് മുന്നിൽ ഒരു 0 നമ്മൾ ഇട്ട് കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി നോക്കിയാൽ പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല. പെട്ടെന്ന് നമുക്ക് 20നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടാമെന്നൊക്കെ അറിയാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അവരെങ്ങനെ ചെയ്യണം നോക്കിയാൽ അതും കൂടി ഞാൻ കാണിച്ചുതരാം. ഇവിടെ 3/20 എന്ന് എഴുതി അല്ലേ? 3/20. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് 3/20നെ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ മുമ്പ് ചെയ്തല്ലേ? ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങി. എങ്ങനെയാണ്? 20നെ നമുക്ക് എന്ത് ചെയ്യാം? ഘടകങ്ങളാക്കാം അല്ലേ? 20നെ എങ്ങനെ എഴുതാം? 20 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 10 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ 20നെ എങ്ങനെ എഴുതുന്നു? 2 × 2 × 5 എന്ന് എഴുതി. ഏതിനെ? 20നെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം നോക്കിയാൽ, എനിക്കിവിടെ 100 കിട്ടേണ്ടത് അല്ലേ? അതായത് 10ന്റെ പവർ കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 10 കിട്ടി അല്ലേ? ഇനി വീണ്ടും ഒരു 2ഉം കൂടി ഉണ്ട്. അപ്പോൾ ആ 2നെ എന്ത് വേണം? 10 ആക്കാൻ ഒരു 5ഉം കൂടിയും വേണം അല്ലേ? ഒരു 5ഉം കൂടി ഉണ്ടെങ്കിൽ ഈ 2ഉം ഈ 5ഉം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 10 ആവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു 5 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 കൊണ്ട് ഞാൻ ഗുണിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? അപ്പോൾ ഈ 2ഉം ഈ 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി, ഈ 2ഉം ഈ 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി. അപ്പോൾ 10 × 10 എനിക്കിവിടെ 100 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആയില്ലേ? ഇപ്പം എന്ത് വന്നു നോക്ക്? 3 × 15 ബൈ നോക്കിയാൽ 2 × 5 2 × 5 ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി, അടുത്ത 2ഉം അടുത്ത 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി അല്ലേ? 10 × 10 എത്രയാണ്? 100 അല്ലേ? ഇനി നമുക്ക് വേഗം ഉത്തരം കിട്ടി 0.15. ക്ലിയർ ആയല്ലോ അത്? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 3/40 അല്ലേ? 3/40. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3/40 അതിനെങ്ങനെ എഴുതാം? മാറ്റി എഴുതാം.
40 എനിക്കൊന്നിൽ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 10,000 അങ്ങനെ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ നമുക്കൊരു 40 100 10 ആക്കാൻ പറ്റുക, 100 ആക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് 40 × 2 80, 40 × 3 എത്ര 120 ആണ് അല്ലേ. അപ്പോൾ 100 ആക്കാനും നമുക്ക് പറ്റില്ല. അപ്പം ഇനി എന്താക്കാൻ പറ്റുള്ളൂ? 1000 ആക്കാനേ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 1000 കിട്ടുകയെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നാം കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തില്ലേ അതേ മാർഗത്തിൽ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ എങ്ങനെ ചെയ്തെന്ന് നോക്കിയാൽ ഇവിടെ ഞാൻ നോക്കിയാൽ 3 എഴുതി 3/, അല്ലേ. 40നെ ഞാൻ എന്ത് ചെയ്യണേ? ഘടകങ്ങളാക്കാൻ പോകണം. അപ്പം 40 നോക്കിയാൽ 40 അല്ലേ. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 40 2 കൊണ്ട് ഇടുന്ന 20. അടുത്തത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 10 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടി അല്ലേ. അപ്പോൾ എനിക്ക് 40 എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് മാത്രം കാണുന്നവരെന്ത് ചെയ്യാം? ഇതിന് മുമ്പത്തെ പാർട്ട് നല്ലവണ്ണം കാണാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ഇക്കാര്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. അപ്പോൾ ഞാൻ 40നെ 2 × 2 × 2 × 5 എന്ന് എഴുതി അല്ലേ. അപ്പോൾ അതായത് എത്ര 2 ഉണ്ട് ഇവിടെ? 3 2 ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം 2⁻³ എന്ന് എഴുതാം. പിന്നെ ഒരു 5 കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഈ 40നെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി 2⁻³ × 5 എന്ന് എഴുതി. ഇനി എന്ത് വേണം? എനിക്കിതിനെ 10ന്റെ പവറാക്കി മാറ്റണം അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ 3 2 ഉണ്ട്, ഒരു 5 ഉള്ളൂ. 3 2 ഉണ്ട്, ഒരു 5 അല്ലേ. അപ്പോൾ ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 10 കിട്ടി. ഇനി ഇവിടെ 2 2ഉം കൂടി കൂടുതലുണ്ട് അല്ലേ. ഇവിടെ 5 ഇല്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എത്ര 2 ആണോ ഉള്ളത് അത്ര 5 വേണം അല്ലേ. എത്ര 2 ഉണ്ടോ അത്ര 5 വേണം. എന്നാലോ ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ 10 10 10 ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ 3 2 ഉണ്ട്, പക്ഷേ ഒരു 5 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും? 2 5 വേണം അല്ലേ. 2 5 വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ 2 5 അതായത് 5⁵² കൊണ്ട് ഞാൻ ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ 5⁵2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെയും എന്ത് ചെയ്യണം? 5⁵2 കൊണ്ട് തന്നെ ഗുണിക്കണം. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നോക്കിയേ 3 ഇൻറ്റു അല്ലേ. 3 ഇൻറ്റു 5⁵2 5 × 5 എന്ന് പറഞ്ഞാൽ 25 ബൈ ഇവിടെ നോക്കിയാൽ 2ഉം 3 എണ്ണം ഉണ്ട്, 5ഉം 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 2ഉം ഒരു 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി. അടുത്ത 2ഉം അടുത്ത 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി. അടുത്ത 2ഉം അടുത്ത 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടി അല്ലേ. എത്ര 2 ഉണ്ടോ അത്ര 5 ഉണ്ട് അല്ലേ. അതായത് എത്ര 10 വരും ഇവിടെ? 3 10. അപ്പോൾ 10 × 10 × 10 എത്ര കിട്ടി നമുക്ക്? 1000 അല്ലേ. 3 0. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ഉത്തരം? 3 × 25 എന്ന് പറഞ്ഞാൽ 75. 75/1000 അല്ലേ. അപ്പോൾ നോക്കിയാൽ 1 2 3 സ്ഥാനം എനിക്ക് പോയിന്റ് ഇടണം. അപ്പോൾ 75 ഇട്ടിട്ട് 1 2 ഒരു 0 ചേർത്ത് കൊടുത്തു. ഇത് ഇവിടെ പോയിന്റ് ഇട്ടു. അപ്പോൾ ഇവിടെ നമ്മളൊരു 0 വെറുതെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉത്തരം എത്ര എഴുതുന്നു? 0.075. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൂന്നാമത്തെ ഏതൊന്നൊന്ന് നോക്കാം. ഓക്കെ, 13/40 അല്ലേ. ഇവിടെ എന്ത് ചെയ്യണം? ഇതേപോലെ നമുക്ക് ചെയ്യാം. നോക്കിയേ, ആദ്യം 13/40. അപ്പോൾ ആദ്യം 40 നമുക്ക് ഘടകങ്ങളാക്കി വെക്കാം. 40നെ അല്ലേ. നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 20. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 10 കിട്ടി. അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 കിട്ടി അല്ലേ. അപ്പോൾ എനിക്ക് 40നെ ആദ്യം ഞാൻ 40നെ മാറ്റാൻ പോകുന്നത്. അപ്പോൾ 13/40 എങ്ങനെ എഴുതാം? 2⁻³ അല്ലേ. 3 2 ഉണ്ട്. അപ്പോൾ 2⁻³ ഇൻറ്റു ഒരു 5ഉം ഉണ്ട് ഇൻറ്റു 5. ഓക്കെ, ഇങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളൂ അല്ലേ. ഒരു 5 ഇവിടെ ഉള്ളൂ. ഇവിടെ 3 2 ഉണ്ട്. അപ്പോൾ എത്ര 5 കൊണ്ട് ഗുണിക്കണം? 2 5 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ എന്ത് വേണം? 5⁵2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 3 5 ആയി, 3 2 ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ 5⁵2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 5⁵2 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആണില്ലേ? ഓക്കെ, ഇനി നോക്കിയേ എന്തായി? 13 ഇൻറ്റു 5⁵2 എന്ന് വെച്ചാൽ 5 × 5 എത്രയാണ്? 25. 25 ബൈ ഇവിടെ നോക്കിയാൽ 2⁵3 അല്ലേ. 2⁵3 ഇൻറ്റു 5 × 5⁵2 എന്ന് പറഞ്ഞാൽ എത്ര? 3 5 ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് 5⁵3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ 3 2 ഉണ്ട്, 3 5 ഉണ്ട്. ശരിയല്ലോ. അപ്പോൾ നോക്കിയാൽ 13 × 25. 13 × 25 നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഗുണിച്ച് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 325 കിട്ടി അല്ലേ. 325 കിട്ടി ബൈ. ഇനി നോക്കിയാൽ 3 2 ഉണ്ട്, 3 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 എത്ര 2 ഉണ്ടോ അത്ര 5 ഉണ്ട് ഇവിടെ. അങ്ങനെയാണ് നോക്കിയാൽ എത്ര വരും ഇവിടെ?
ഒരു രണ്ടും ഒരു അഞ്ചും തമ്മിൽ ഗുണിച്ചാൽ 10, അടുത്ത രണ്ടും അഞ്ചും ഗുണിച്ചാൽ 10, അടുത്ത രണ്ടും അഞ്ചും ഗുണിച്ചാൽ 10 അല്ലേ. അപ്പം 10 × 10 × 10 എത്ര വരും? 10 × 10 × 10 എന്ന് പറഞ്ഞാൽ 1 3 0 അല്ലേ. 10 × 10 × 10 3 0. അപ്പോൾ നമുക്ക് 325/1000 എന്ന് കിട്ടി. ഇനി എളുപ്പമല്ലേ, എന്ത് ചെയ്യാം? 325 എഴുതി എത്ര പോയിന്റ് മാറ്റിയിടണം? 1 2 3 അല്ലേ. 3 സ്ഥാനം നീക്കിയിടണം. 1 2 3. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു, 0 നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 0.325. ഇനി നമുക്ക് നാലാമത്തെ ഒന്ന് ചെയ്ത് നോക്കാം. 7/80 7/80. അപ്പോൾ എന്ത് ചെയ്യണം? 7 അല്ലേ 80 എങ്ങനെ നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നു? 80ന് ഫസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്യല്ലേ. 80 ഹരിക്കണം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. എത്ര വരും? 40. ഇനി 2 കൊണ്ട് എത്ര വരും? 20. അടുത്ത 2 കൊണ്ട് എത്ര കിട്ടും? 10 അല്ലേ. അടുത്ത 2 കൊണ്ട് ഗുണിച്ചാൽ ഹരിച്ചു കഴിഞ്ഞാൽ 5. അപ്പോൾ 80നെ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 7/1 2 3 4 അല്ലേ. 4 2 ഉണ്ട്. അപ്പോൾ 2⁴ എന്ന് എഴുതാം. അതായത് 2 എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഒരു 5 ഉണ്ട്. അപ്പോൾ × 5. അപ്പോൾ 80നെ ഞാൻ മാറ്റിയിട്ട് 2⁴ × 5 എന്ന് എഴുതി. ഓക്കെ. ഇനി എനിക്ക് എന്ത് വേണം? ഇവിടെ 10ന്റെ പവറിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളൂ. അപ്പോൾ എത്ര 5 ചേർക്കേണ്ടി വരും? ഞാൻ 3 5 ചേർക്കണം അല്ലേ. അപ്പോൾ എന്ത് വേണം? 5⁵5 3 എണ്ണം വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഗുണിച്ചു? 5⁵3 അതായത് 5 × 5 × 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെയും എന്ത് വേണം? 5⁵3 കൊണ്ട് ഗുണിക്കണം. 5 × 5 × 5 കൊണ്ട് ഗുണിക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. = നോക്കിയാൽ 7 അല്ലേ 5³ 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5. അപ്പോൾ 5 × 5 25, 25 × 5 എത്രയാണ്? 125 അല്ലേ. അപ്പോൾ 7 × 125 ഇനി എന്ത് വരും? ഇവിടെ നോക്കിയാൽ 2⁴ ഉണ്ട്, പിന്നെ 5 × 5⁵3 അല്ലേ. അതായത് 4 2 ഉണ്ട്, പിന്നെ ഇവിടെ 3 ഇവിടെ 1, അങ്ങനെ മൊത്തം 4 5 ഉണ്ട് അല്ലേ. അപ്പം 4 2 ഉണ്ട്, 4 5 ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 2⁴ അല്ലേ. 4 2 × 5 എത്ര ഉണ്ട്? മൊത്തം 5 4 ഉണ്ട് അല്ലേ. ഇങ്ങനെ എഴുതി ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 7 × 125. അപ്പോൾ 7 × 5 35 അല്ലേ. 35ന് 5 ബാക്കി 3. 7 × 2 14 3 17 അല്ലേ. ബാക്കി 1 1 × 7 7 1 8. അപ്പോൾ എത്ര കിട്ടി? 875 കിട്ടി അല്ലേ. ഇവിടെ നോക്കിയാൽ 4 2 ഉണ്ട്, 4 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 2 ഒരു 5 തമ്മിൽ ഗുണിച്ചാൽ 10, അടുത്ത 2 അടുത്ത 5 തമ്മിൽ ഗുണിച്ചാൽ 10, അങ്ങനെ 4 പ്രാവശ്യം ഗുണിക്കുക അല്ലേ. 4 10 വരും ഇവിടെ. അപ്പോൾ 10 × 10 × 10 × 10. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 ഇട്ടിട്ട് 4 10 ഉണ്ട്. അപ്പോൾ 4 0 1 2 3 4. ഇനി നോക്കിയേ 1 2 3 4 അല്ലേ. അപ്പോൾ 4 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ 875 നമ്മൾ ആദ്യം എഴുതി. ഇനി എന്ത് വേണം? 1 2 3 4. അപ്പോൾ 1 2 3 അടുത്ത് നമ്മൾ 0 ചേർത്ത് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ 4 സ്ഥാനം നീക്കി പോയിന്റ് അല്ലേ. ഇനി ഇവിടെ ഒരു 0 നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ഉത്തരം 0.0875. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അഞ്ചാമത്തൊന്ന് ചെയ്ത് നോക്കാം. 5/16 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വേറെ വ്യത്യാസമില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാർഗം തന്നെ. 5/16 നമുക്ക് എന്ത് ചെയ്യാം? 16നെ അല്ലേ 16 നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടി. ഇനി വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടി. അപ്പോൾ 16 അങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 എന്ന് എഴുതാം അല്ലേ. അതായത് 2⁴ അല്ലേ. അപ്പോൾ = 5/2 എത്ര 4 2 ഉണ്ട്? 4 2. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി നോക്കിയേ, ഇനി ഇത് നമുക്ക് എന്ത് ഇടാം? ഇവിടെ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഏതുകൊണ്ട് നമ്മൾ ഗുണിക്കണം? എത്ര 5 വേണം? 4 5 വേണം അല്ലേ. അപ്പോൾ 4 5 വേണം. അപ്പോൾ ഏതുകൊണ്ട് ഞാൻ ഗുണിക്കുന്നു? 5⁴ 4 5 വേണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ 5⁴ കൊണ്ട് മുകളിലും ഗുണിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ 5 × 5⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 × 5 × 5 5 × 5 25 25 × 5 125 125 × 5 625. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കാം നിങ്ങൾ. അപ്പോൾ 625 കിട്ടും. എന്ത് വരും? 2⁴ × 5⁴ അല്ലേ. എത്ര ഉണ്ട്? 4 പ്രാവശ്യം ഗുണിക്കണം അല്ലേ. അതായത് 2 × 5
പിന്നെ 2 × 5 പിന്നെ 2 × 5 പിന്നെ 2 × 5 അങ്ങനെ 4 പ്രാവശ്യം ഗുണിക്കണം അല്ലേ? അപ്പോൾ എത്ര വരും? 10 × 10 × 10 × 10 അല്ലേ? 4 10, അതായത് 1 ഇട്ടിട്ട് 4 0. ഇനി 5 × 625 എത്ര കിട്ടും? 5 × 5 25, ബാക്കി 2, 5 × 10 10 2 12, ബാക്കി 1, 6 × 5 30 1 31 ബൈ എത്രയാണ്? 10,000. എന്ത് കിട്ടും നോക്കിയാൽ? 1 2 3 4 4 പൂജ്യൻ്റെ അപ്പോൾ 4 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് വരണം അല്ലേ? അപ്പോൾ എന്ത് വരും? 0.3125 അല്ലേ? 3 1 2 5 എഴുതിയിട്ട് 1 2 3 4 സ്ഥാനം നീക്കി നമ്മളിങ്ങനെ പോയിന്റ് ഇട്ടു. ക്ലിയർ ആയല്ലോ? അപ്പോൾ പഠിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.